ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തിൽ മീനം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലെ, നമ്മുടെ ഓരോ രാശിക്കാർക്കുള്ള ഫലങ്ങൾ. നമുക്ക് അധികം താമസിക്കാൻ വീഡിയോ കേൾക്കാം. അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് നമ്മൾ തൊട്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് വീഡിയോയ്ക്കകത്തൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ജൂലൈ മാസഫലം. മിഥുനക്കൂറ് അഥവാ മിഥുന മകേരമര തിരുവാതിര പുണർതം മുക്കാടുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി അഥവാ മിഥുനക്കൂറ് എന്ന് പറയുക. അപ്പൊ ഇവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ ജോലി ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് മാറ്റിയാലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരാവുന്ന ഒരു സമയം തന്നെയാണ്. ചിന്തകൾ മാറി മാറി വരുന്നൊരവസ്ഥയാണ്. മൈൻഡിനൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ മൈൻഡിന് ചെറിയൊരു നമുക്കൊരു കൺഫ്യൂഷൻ ബിൽഡ് ആവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. നമുക്ക് രാഹു എന്ന് പറയുന്നത് 10ലാണ്. വ്യാഴം നമുക്കൊരു ഗുണദോഷ സമ്മിശ്ര ഫലത്തെയാണ് ചെയ്യുക. അപ്പം പൊതുവെ ഒന്ന് ബാലൻസ് ചെയ്ത് ആ വരുന്ന ദോഷത്തേക്കൊന്ന് ബാലൻസ് ചെയ്ത് വിടുകയാണ് ചെയ്യുക. നമുക്ക് നല്ല നല്ല ഓപ്ഷൻസ് വരും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും എന്ത് കാര്യത്തിലും ഓപ്ഷൻസ് നമുക്ക് കിട്ടും. നമ്മളത് കൃത്യമായിട്ട് ചോയ്സ് ചെയ്ത് എടുക്കണം. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ചെറിയ ചെറിയ റിസ്ക് ഒക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ ഒരു ഹ്യൂജ് റിസ്ക് ആണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസ്ക് വരുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ജൂലൈ മാസം ഒന്ന് വേണ്ട എന്ന് വെക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. വിവാഹ കാര്യങ്ങളിൽ കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും വിവാഹത്തിന് നോക്കുകയാണെങ്കിൽ വ്യാഴം നമുക്ക് അത്ര അനുകൂലമായിട്ടൊരു കാര്യങ്ങളൊന്നുമല്ല പ്രദാനം ചെയ്യുക. വ്യാഴത്തിൻ്റെ പ്രീതി നമുക്ക് അത്ര ഒന്നുമില്ല. എന്നാൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് വ്യാഴപ്രീതിയുണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾ കല്യാണം കഴിക്കാൻ പ്രശ്നമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇല്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് അന്വേഷിച്ച് നല്ല രീതിയിൽ അവരെ ചുറ്റുപാടൊക്കെ നോക്കിയ ശേഷം മാത്രം വിവാഹമൊക്കെ കഴിക്കുക. നിങ്ങൾ ഓൾറെഡി എൻഗേജ്ഡ് ആണ് അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു, വിവാഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നേക്കാം. സോ അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളെ പാർട്ട്നേഴ്സിൻ്റെ അല്ലെങ്കിൽ പാർട്ണറിൻ്റെ എന്ത് ചെയ്യുക, ജാതകം പരിശോധിച്ച് നോക്കുമ്പം കൃത്യമാണ്, ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് എന്താ ചെറിയ തടസ്സങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ കുടുംബജീവിതത്തെ നോക്കുകയാണെങ്കിൽ 4 കേതു, 9 ശനി, 10 രാഹു, 12 വ്യാഴം, മൊത്തത്തിലൊരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാം. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഫലമായിട്ട് നമുക്ക് പറയാം. നമുക്കതുപോലെ തന്നെ അമിതമായ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ അമിതമായ ചിന്തകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടാക്കും, പ്രശ്നങ്ങളെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അനാവശ്യമായ ചിന്തകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഉള്ള കുറച്ച് പ്രശ്നങ്ങളെ ഊതിപ്പെറപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലീസ് അവോയ്ഡ് ഓവർ തിങ്കിങ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ ഓവർ തിങ്കിങ് വേണ്ട. എങ്ങനെയാണ് ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യുക അല്ലേ? ഓവർ തിങ്കിങ് ഞാൻ എങ്ങനെ മാറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അത് കുറച്ച് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഓവർ തിങ്കിങ്ങിന് കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മളനുസരിച്ച് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ആസ്ട്രോളജിക്കൽ ചാനലാണല്ലോ, ഒരു ഇങ്ങനെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് അല്ലേ. എന്നിരുന്നാലും നിങ്ങൾ ഓവർ തിങ്കിങ് കമൻറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓവർ തിങ്കിങ് ഇങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ ജീവിത പങ്കാളികൾ നിങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ഒരാൾ ക്ഷമിച്ച് കൊടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അതുപോലെ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതൊരു ഡൈവേഴ്സ് അങ്ങനത്തെ ഒരു പ്രശ്നത്തിലോട്ട് വരാനും, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പം ഇങ്ങനെ തെന്നിയില്ലാത്ത രീതിയിൽ നിൽക്കുക, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ തന്നെ മെയിനസ് എന്ന് കൊണ്ടുപോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു രീതിയിൽ തന്നെ ഒരു ഫിക്സായി നിൽക്കുകയോ ചെയ്യാം. ആ സ്ഥാനത്ത് നിങ്ങളും റേസ് ചെയ്തോ അവരും റേസ് ചെയ്തോ പോവുകയാണെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധം എന്ത് ചെയ്യാം, തെറ്റി മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അകന്നു പോകാൻ സാധ്യതയുണ്ട്. ഡൈവേഴ്സ് ആയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇവരടുത്താണോ? അല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വിഷയമുള്ളെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ഒരാൾ കണ്ടില്ല എന്ന് കണ്ണടിച്ചു വിടുകയോ അല്ലെങ്കിൽ കേട്ടില്ലാത്ത രീതിയിൽ വിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറാൻ പറ്റും. ചില സമയത്ത് നമ്മൾ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തോന്നും അവർ വിജയിച്ചു എന്ന്. പക്ഷെ നമ്മൾ ആ തോറ്റു കൊടുക്കുന്നവരായിരിക്കും ശരിക്കും വിജയിച്ചിട്ടുള്ളത്. ഓക്കെ, കാരണം നമ്മുടെ ആ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ഒരാൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. സോ അതാണ്, ആ വിട്ടുകൊടുത്ത ആളാണ് ശരിക്കും അവിടെ വിജയിച്ചത് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോവുക. വലിയൊരു പ്രശ്നത്തിലേക്ക്, അത് വലിയൊരു
എന്താ ഫാമിലി ഇഷ്യൂലോട്ട് ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ ഉള്ളവരാണ് നിങ്ങൾ, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ പൊക്കോണ്ട് നിൽക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പൊക്കോ മുമ്പോട്ട്. എന്ത് ചെയ്യാല്ലേ, ഒത്തിരി വ്യത്യാസമൊന്നും വരുത്തണം. നിങ്ങൾക്ക് ഇച്ചിരി ദേഷ്യങ്ങളൊക്കെ വരും, അപ്പം അതിൻ്റെ കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എന്തായാലും വിവാഹത്തിലേക്ക് എത്തിയിട്ടില്ല, സോ നിങ്ങൾക്ക് തീരുമാനിക്കാം, കൃത്യം ഒരു ബെറ്റർ ഡെസിഷനൊക്കെ നിങ്ങൾക്ക് എടുക്കാം. സോ നിങ്ങൾ അങ്ങനെ നോക്കുക. ഒരു ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ച് റിലേഷൻ അവോയ്ഡ് ചെയ്യണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്ന തോട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് നല്ല ലൈഫാണ്. ഈ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. നിങ്ങൾ ആ ഒരു നിൽക്കുന്ന ആവശ്യം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരാൾ റേസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ റേസ് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രണയബന്ധം എന്താവാം, ബ്രേക്കപ്പിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവേ കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ നാളിൽ കേഴ് നോക്കുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പഠനത്തിലൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും ഒരു എക്സ്ട്രാ കെയർ എടുക്കണം. ഒന്ന് പഠിക്കുന്നവർ 1, 2 തവണ 3 തവണ എന്നൊക്കെ റിവൈസ് ചെയ്യുക. മൈൻഡിലുണ്ടാവും ഓക്കെ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് മറിച്ച് നോക്കുക പരീക്ഷയ്ക്ക് മുമ്പ് കയറുന്നതിന് മുമ്പൊക്കെ ആയിട്ട്. പരീക്ഷയ്ക്ക് മുമ്പ് ശരിക്കും അങ്ങനെ ഓടിച്ച് നോക്കലെന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങൾ എന്ത് റിവൈസ് ചെയ്യുക. ഓക്കെ, അന്നേരം ഇന്ന് പുതിയ കൺസെപ്റ്റ് പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യുക. നിങ്ങളെപ്പോൾ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ സാധാരണ ഒരു തവണ പഠിച്ചിട്ടാണ് പോകണമെങ്കിൽ 2-3 തവണയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പോയി എക്സാം എഴുതുക. നിങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിലൊരു എൽഡറിൻ്റെ ഒരു അഭിപ്രായം കൂടി സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കുറച്ചുകൂടി ഉചിതമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ മിഥുനരാശിക്കാരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കുറേ ബാഡ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം. അല്ലെ ഇനി നിങ്ങളൊരു സ്ഥലത്ത് പോയി അവിടെയൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ പുതിയ നല്ല കൂട്ടുകെട്ടുകൾ സ്വീകരിക്കുക. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. ചീത്ത കൂട്ടുകെട്ടാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പയ്യെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇനി അവരെ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളെ നന്നാക്കി എടുക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചോളൂ. പക്ഷേ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഈ ചീത്ത ആളെ നന്നാക്കാൻ പോയി നിങ്ങൾ മോശമാവില്ല. ഓക്കെ, ബാഡാവാൻ പാടില്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി വെച്ചുകൊണ്ട് തന്നെ നിൽക്കുക നല്ല രീതിയിൽ. അപ്പോൾ മാക്സിമം നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, നല്ല സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പേരൻസും ശ്രദ്ധിക്കുക. മിഥുന രാശിയിലുള്ള കുട്ടികളുടെ പേരൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ആരൊക്കെ ആയിട്ടാണ് ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാരികൾ ഇതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ഇനിയൊരു എന്താണ് വലിയ അതിന് നിങ്ങളെ പോയി വഴക്ക് പറഞ്ഞ് അങ്ങനത്തെ സംഭവമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അതനുസരിച്ചുള്ള കറക്റ്റ് ഗൈഡൻസ് സ്നേഹത്തോടെ തന്നെ പറഞ്ഞു നോക്കുക. കൃത്യമായിട്ട് മക്കൾക്ക് മനസ്സിലാവും. അവരും ഇന്നത്തെ കുറച്ചുകൂടി നല്ല ബുദ്ധിബോധമൊക്കെ ഉള്ളവരാണ് അല്ലേ. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണ് നല്ല ഏതൊക്കെ മോശം കൂട്ടുകെട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചോയ്സ് ചെയ്താൽ നല്ല രീതിയിൽ നടക്കും. ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും ചെറിയ ചെറിയ വേദനകളൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെ മിഥുന രാശിയെ സംബന്ധിച്ച് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളതൊന്ന് കൃത്യമായിട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ചില പ്രശ്നങ്ങൾ നമ്മൾ വലുതാണ് വിചാരിക്കുന്നതുകൊണ്ട് വലുതാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നിസ്സാരം മറ്റുള്ള നോക്കുമ്പോൾ അത് ചെറിയ പ്രശ്നമായിരിക്കാം, പക്ഷെ നമ്മുടെ ദൃഷ്ടിയാൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയാവാം. അപ്പം ആ വലിയ പ്രശ്നം എങ്ങനെ സിമ്പിളായിട്ട് പരിഹരിക്കാം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധിയും നമുക്കൊരു ലോജിക്കൊക്കെ ഉപയോഗിച്ച് നമുക്കതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ. അപ്പം അതിനെ കൃത്യമായിട്ട് വീക്ഷിക്കുക. അതുപോലെ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു, പുതിയൊരു ആരംഭം തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനൊക്കെ നമ്മൾ ഈ പൊതുഫലം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം നിങ്ങൾ തന്നെ പലപേരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഫലങ്ങളൊന്നും പകുതി ലഭിക്കുന്നില്ല എന്ന്. അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൃത്യമായി എക്സ്പേർട്സിനോട് ചോദിച്ച് തന്നെ മുന്നോട്ട് പോകുക. നമ്മൾ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ആസ്ട്രോളജി കൺസെപ്റ്റ് മാത്രം പോലെ നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കൺസെപ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കണം. ബിസിനസ് റിലേറ്റഡ് കൺസെപ്റ്റ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ളവരോട് നിങ്ങൾക്ക് അഡ്വൈസ് സ്വീകരിക്കാം. അല്ലെങ്കിൽ അത്യാവശ്യം ആ ഒരു
സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉള്ളവരോട് നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാം. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ ആസ്ട്രോളജി പ്രഡിക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നടക്കില്ല അല്ലേ. കാരണം എന്താണ്, നമുക്ക് നല്ല ഫലങ്ങളുള്ള സമയത്ത് നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യവും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ അല്ലേ. ആ തൊഴിലനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നല്ല സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുകയും കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നമുക്ക് നമ്മുടെ ഗോൾസ് ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു അട്രാക്ഷൻ കൂട്ടിവിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മോശ സമയത്ത് നിങ്ങൾക്ക് മോശ സമയമാണ്, റിസ്ക് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് ജാഗ്രത എടുക്കണം, അതിനുള്ള ശ്രദ്ധ കൊടുക്കണം, അതിന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ജീവിതത്തിൽ നല്ല ഇത് വിജയിക്കാനും സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ട് തന്നെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പകുതി നമ്മുടെ രാശിഫലം മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞ ഐഡിയാസ് ഒന്നും ലഭിക്കില്ല അല്ലേ. ആ ഒരു ഐഡിയയും കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറുമായിട്ട്, ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് ടു ജോയിൻ പെൻഡുല ആസ്ട്രോളജീനോ അല്ലെങ്കിൽ പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്നോ ആ വാട്സപ്പ് മെസ്സേജിൽ ഇടുക. വേറെ ഹായ് അല്ലെങ്കിൽ നമസ്കാരം ഒന്നും ഇടാതെ, അല്ലെങ്കിൽ ആദ്യം നമസ്കാരം ഇട്ടാലും കൃത്യമായ കാര്യം നിങ്ങൾ കൺസൾട്ടേഷൻ ആണോ അല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാനാണോ എന്ന് കൃത്യമായി ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓഫീസ് സ്റ്റാഫിന് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പെൻഡുല ജ്യോതിഷം നമ്മൾ അടുത്ത ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ബാച്ച് ആരംഭിക്കുക. അപ്പം ആ ബാച്ചിലേക്ക് നമുക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ ഒരു പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. അത് നമുക്ക് ആർക്കെടുക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേരുണ്ടോ അത്രയും പേരുടെയും പൊതുവായിട്ടാണ് നമ്മൾ ഈ ഒരു ഫലം പറയുന്നത് അല്ലേ. മേടരാശി അല്ലെങ്കിൽ ഇടവരാശി, മിഥുനരാശി, ഓരോ രാശിക്കാരുടെയും ആ രാശി ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലം. സോ എന്താണ്, ഇവിടെ ഈ ഒരു രാശി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നക്ഷത്ര വ്യത്യാസം ഉണ്ടാവാം. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾ പല സറൗണ്ടിങ്ങിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ പലതായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ പലതായിരിക്കാം, നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യം പലതായിരിക്കാം. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ആവുന്നത് അല്ലേ. ക്യാരക്ടർ ബിൽഡ് ആവുന്നതനുസരിച്ചാണ് നമുക്കുണ്ടാവുന്ന ഓരോ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ ഉപരി എന്താണ്, നമുക്ക് മുൻജന്മ കർമ്മവും നമ്മുടെ ഈ ഒരു ലൈഫിൽ ബന്ധിച്ചിരിപ്പുണ്ട് അല്ലേ. അപ്പം ഈ മുൻജന്മ കർമ്മവും നമ്മളിലായിട്ട് ബന്ധിക്കുമ്പോൾ അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ വളർച്ചയിൽ ഒത്തിരി പേർക്ക് എന്താണ് അസൂയ, കുശുമ്പ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തന്നെ ചില ആൾക്കാർ വരുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ കുശുമ്പ് വന്നേക്കാം. അപ്പോൾ എന്താണ്, നമ്മുടെ തോന്നൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ചിന്തയാണ്, ആ ചിന്തയ്ക്ക് എന്താണ് നമ്മളൊരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലേ. അപ്പം അതൊക്കെ ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് നല്ലത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലത് അങ്ങോട്ട് കൊടുക്കണം അല്ലേ. നമുക്കൊരാൾക്ക് നന്മ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമുക്ക് നന്മ തരാൻ സാധിക്കുള്ളൂ, നമ്മളിലേക്ക് നന്മ എത്തുകയുള്ളൂ അല്ലേ. അപ്പം ഈ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും, അല്ലെങ്കിൽ നമ്മൾ പലരും പറയാണ്ട് എനിക്ക് മാത്രമേ എപ്പോഴും ഈ മോശ സമയം സംഭവിക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് ഭയങ്കര നല്ല സമയമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാം. അതിന് കാരണം ചിലപ്പം എന്താണ്, അവർക്ക് ആ ടൈമിൽ നല്ല ദൈവാധീനം ഉണ്ടാവാം. അത് മാത്രമല്ല, അവരെന്ത് ചെയ്യാം, മുൻജന്മ കർമ്മത്തിൽ അവർ നല്ല ഫലങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലങ്ങളൊക്കെ അവർ ഈ ജന്മത്തെ അനുഭവിക്കുക. അപ്പം നിങ്ങൾ ഈ ജന്മത്തിൽ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടിരുന്നപ്പോഴും ഈ ജന്മത്തിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം മുൻജന്മ കർമ്മം ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ എന്താണ് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം അത് മനസ്സിലാക്കുക. ഒരു നല്ല കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും വ്യക്തിപരമായിട്ട് പ്രശ്നം നോക്കി, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ജാതകം പരിശോധിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം ചിന്ത ചെയ്യുകയോ ചെയ്യണം നിർബന്ധമായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അനുകൂല സമയമാണ്. നമ്മുടെ ജാതകത്തിൽ നമുക്ക് പക്ഷേ മോശമാണെങ്കിൽ നമുക്ക് ഈ അനുകൂല ഫലം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എപ്പോഴും മോശമായി സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിന്തിക്കുക. പൂർണ്ണമായിട്ട് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. പേരും നക്ഷത്രം വ്യക്തമായിട്ട് തന്നെ ഇടുക കേട്ടോ. പേര് നക്ഷത്രം എന്ന രീതിയിൽ തന്നെ ഇടുക. ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഉണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിലായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മെസ്സേജ് ഇട്ടാലും കുഴപ്പമില്ല, മിക്സായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരാളുടെ പേര് നക്ഷത്രം വേറൊരാളുടെ പേര് മാത്രം എടുത്ത് അടുത്ത കമൻറ്റ് നക്ഷത്രം മാത്രം ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള മെസ്സേജ് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുകയുള്ളൂ. കൃത്യമായിട്ടുള്ളവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഇതിൽ നമ്മൾ ആഡ് ചെയ്യുള്ളൂ.
അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഇടുക കേട്ടോ. എന്നാൽ മാത്രമാണ് അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ കോഴ്സിന് വന്നതാണ് കൺസൾട്ടേഷന് വന്നതാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. കോൾ ചെയ്തോളൂ. കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. വിളിച്ച് എപ്പോഴും കിട്ടുന്ന നിർബന്ധമില്ല. വാട്സപ്പ് ചെയ്തിട്ടാൽ എപ്പോഴും കാണുമ്പോൾ എന്ത് ചെയ്യും, ഓഫീസ് സ്റ്റാഫ് നമ്മളോ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ കൃത്യമായിട്ട് നൽകും കേട്ടോ.